വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഗസ്റ്റ് നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറയാനാണെങ്കിൽ ആതൊരു സേവന രംഗത്ത് 30 വർഷവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് 2 പതിറ്റാണ്ടുമായി സേവനം ചെയ്തു വരുന്ന ഹാജിറാബിയാണ് നമ്മുടെ കൂടെ ഇന്ന് ലേഡീസ് ലോഞ്ചിലുള്ളത്. ഹാജിറാബി ഒത്തിരി സന്തോഷത്തോടും അതിലുപരി സ്നേഹത്തോടും കൂടെ തന്നെ ലേഡീസ് ലോഞ്ചിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആതൊരു സേവനം എന്ന് പറയുമ്പോൾ ശരിക്കും നഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്? മെഡിക്ലിനിക് സിറ്റി ഹോസ്പിറ്റലില്. ഓക്കെ, അവിടെ ആയിട്ട് 15 വർഷമായി. അതിന് മുന്നേ ഞാൻ ആസ്തറിലായിരുന്നു. ഓക്കെ, അപ്പൊ എത്ര വർഷമായി ശരിക്കും യു എയിൽ വന്നിട്ട് ഇപ്പൊ 19 വർഷം കഴിഞ്ഞു. 19 വർഷം കഴിഞ്ഞു. 20th നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ശരിക്കും നഴ്സ് ആയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? നഴ്സിംഗ് ജോബിന് വേണ്ടി അങ്ങനെയാണ് വന്നത്? ഞാൻ എന്റെ ഒരു ഫാമിലിയിൽ പെട്ട ഒരു ഫാമിലി ഫ്രണ്ട്, കുടുംബത്തിനോട് കുറച്ച് അടുത്ത ഒരാളിനെ ഹോം കെയർ ചെയ്യാനായിട്ടാണ് ആദ്യം ഇവിടെ വന്നത്. ഓക്കെ, അവിടെ വന്ന് തിരിച്ചു പോകാൻ നേരം അവരും എന്നോട് ചോദിച്ചു എന്ത് വേണം, കണ്ടിന്യൂ ചെയ്യാൻ വല്ല ആഗ്രഹമുണ്ടോ, ഇവിടെ അന്വേഷിക്കണോ ചോദിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പോരുമ്പോഴേ അതിന് വേണ്ട പ്രിപ്പറേഷൻ ആയിട്ടാണ് വന്നത്, സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അതേ തുടർന്ന് അന്വേഷിച്ചു, കിട്ടി. അന്ന് അസ്ത്രല്ലായിരുന്നു, അൽറാഫി ആയിരുന്നു. അങ്ങനെ മുപ്പൻസ് അവിടെ എന്താണ് സർജറി ആൻഡ് മെറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ട് കൊച്ചു ഹോസ്പിറ്റൽ മങ്കൂളില് അവിടെ വർക്ക് ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മെഡിക്ലിനിക്കിൽ കയറിയത്. ഓക്കെ, അപ്പൊ ശരിക്കും ഇപ്പൊ 20 വർഷമായി വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും ഈ സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ തുടങ്ങിയോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വന്ന്? ഞാൻ ഇവിടെ ആസ്തറിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 3 മാസം കഴിഞ്ഞു, 3-4 മാസം കഴിഞ്ഞ സമയത്ത് കൂടെ റൂമിൽ താമസിക്കുന്ന ഒരു, എനിക്കൊരു അമ്മയ്ക്ക് തുല്യം പ്രായമുള്ള ഒരു സ്ത്രീ റൂമിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഒരേ റൂമിൽ താമസിക്കുന്നവർ നാട്ടിൽ പോയതാ. നാട്ടിൽ പോയിട്ട് അവരെ എയർപോർട്ടിലൊക്കെ കൊണ്ടുവിട്ടത് ഞാനും എൻ്റെ സഹോദരനും കൂടിയിട്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തിരിച്ചു വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കോള് വന്നു, ഹാജിറെ ഞാൻ എയർപോർട്ടിൽ നിന്ന് എന്നെ ഒരു ജയിലിൽ കൊണ്ടുപോവുകയാണ്, ഞാൻ വീട്ടിലേക്കല്ല പോണത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ഞാൻ വന്നിട്ട് പുതിയതാണ്, എനിക്ക് ഒരു പിടിയില്ല. ഞാൻ ഇവിടെ ദുബൈ എയർപോർട്ടിൽ നിന്ന്. അപ്പോ ശരിക്കും അതൊരു ഷോക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കരയല്ല, എന്താണ് കാര്യം എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് സമാധാനമായിട്ട് പറയുന്നു പറഞ്ഞു. ഇപ്പൊ അവരെന്റെ ഫോണൊക്കെ വാങ്ങി വെക്കും, ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം അവർക്ക് അവിടെ ജയിലിൽ നിന്ന് വിളിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതിൽ വിളിച്ചു പറഞ്ഞു അവർ ഇവിടുന്ന് ഈ ഫ്രീ വിസ എടുത്തതായിരുന്നു, 8,000 ദറം കൊടുത്തിട്ട്. അപ്പോൾ ആ വിസ അവര് ഇവിടുത്തെ തന്നെ ഒരാളാണ്, അത് ഒരു അബ്സ്കോണ്ടഡ് ഇട്ടിട്ട് അവർ ആ വിസ വേറെ ആൾക്ക് വിൽക്കുക, അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ തിരുമറിയില്ല, അങ്ങനെ അവരതിൽ പെട്ടുപോയതാ. പിന്നെ ഞാൻ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പൊ ഇവരെ സഹായിക്കാൻ പിന്നെ വേറെ ആരുമില്ല, നമ്മുടെ റൂമിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഇവർക്ക് എന്നാ പരിചയത്തിലുള്ളവർ പുറത്ത് കുറെ പേര്, അവര് കുറെ വർഷമായിട്ട് ഇവിടെ ഉള്ളതാ. അപ്പോൾ അവർക്ക് എന്നോടാണ് ഒന്ന് തുറന്ന് പറയാനായിട്ടുള്ള ഒരു ഇത് കണ്ടത്. അങ്ങനെ അവരെ ഇറക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി. അതായിരുന്നു ഇവിടെ നിന്നുള്ള കാര്യങ്ങൾക്കുള്ള തുടക്കം അല്ലേ? ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. ശരിക്കും ആതുര സേവന രംഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡ്യൂട്ടി, ഷിഫ്റ്റ്, നൈറ്റ് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ. എന്നിട്ട് അതിന്റെ ഇടയിലും ഇത്രയും ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത്. നമുക്ക് അതിന് മുമ്പ് ഒരു കോളർ ഉണ്ട്. ഹലോ 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 ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണിത്? ഗുഡ് ആഫ്റ്റർനൂൺ, ഇത് മേബിൾ ആണ്. ആരാണ്? ഓക്കെ, നമ്മുടെ ഹാജിറ ചേച്ചിനെ കണ്ടിട്ട് വിളിക്കുന്നതാണോ? അതെ അതെ. ആണോ? എന്തൊക്കെയാണ് ഹാജിറ താനോട് ചോദിക്കാനുള്ളത്? ഹാജി ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് ഹാജി. ഓക്കെ, അപ്പൊ ഹാജി, ഞാനും ഹാജി എന്ന് വിളിക്കാൻ പോവാട്ടോ. അതാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഹാജിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നിയോ UBL നിന്ന് കണ്ടപ്പോ? ആണോ? എന്താണ് നമ്മുടെ ഹാജിനോട് ചോദിക്കാനുള്ളത്? ഞാനും ഹാജി കുറെ വർഷങ്ങളായിട്ട് ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, 15 വർഷം ജോലി ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഇത് സത്യത്തിൽ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. ഡ്യൂട്ടിയും അതിനിടയ്ക്ക് നൈറ്റും അതിനിടയ്ക്ക് എല്ലാരെയും. അപ്പൊ ഇത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്, ഹാജി എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതെ അതെ. ഒന്നാമത് ഫാമിലി കൂടെ ഇല്ല, അതിന്റെ ആ ഒരു ടൈം നമുക്കുണ്ട്. തികച്ചും ഫാമിലി കൂടെയുള്ളവർക്ക് അവർക്ക് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിരക്കില് പെടും. എനിക്കെന്ന് പറയുമ്പോൾ അവരെ വിളിക്കുന്ന ആ ഒരു ഇതുള്ളൂ. എനിക്ക് വിളിച്ചവർ കിട്ടുന്ന ടൈം അനുസരിച്ച് വിളിക്കുന്ന ഒരു സമയം എനിക്ക് ഫാമിലിക്ക് കൊടുക്കാനുള്ളൂ ഇവിടെ നിന്നിട്ട്. പിന്നെ അവരുടെ ഏറ്റക്കുറച്ചിലുകൾ നികത്താൻ. പക്ഷെ പിന്നുള്ള സമയം നമുക്ക് ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട്, നമുക്ക് ചുറ്റും ഒരുപാട് തരത്തിലുള്ള ആവശ്യക്കാരുണ്ട്.
അപ്പോൾ അതിനുവേണ്ടി എന്തുകൊണ്ട് ഈ ഒരു ജയിലിൽ നിന്നുള്ള ഈ സ്ത്രീയെ ഇറക്കി കൊണ്ടുവന്നത് മുതൽ പിന്നെ ഉള്ള ഇതുപോലെ ഒരുപാട് ആവശ്യക്കാർ പലതരത്തിലും പുറത്ത് പറയാൻ പറ്റാതെ ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ള സ്ത്രീകള് അങ്ങനെയുള്ള ഒരു തോട്ട് മെല്ലെ മെല്ലെ അറിയാതെയാണ് കുറേ കാലം ആരും അറിയാതെയാണ് ചെയ്യുന്നത്. എന്തും ചിലപ്പോൾ ഭക്ഷണത്തിനായാലും മറ്റ് ഏതൊക്കെ തരത്തിലുള്ള ആവശ്യമുണ്ട് അതൊക്കെ നമ്മൾ അറിയാതെയാണ് ചെയ്തു പോയിരുന്നത്. ഹോസ്പിറ്റലിൽ തന്നെ ഈ അടുത്താണ് അവരറിഞ്ഞു തുടങ്ങിയത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പൊ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അല്ലേ? മനസ്സിലായി തന്നെയാണ്, എപ്പോഴും അനുഭവം തന്നെയാണത്. ദൈവം അനുഗ്രഹിക്കട്ടെ ഹാജി. ഒരുപാട് പേര് തീർച്ചയായിട്ടും അതൊരു ദൈവാനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാണല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും കൂടിയാണ്. നമുക്ക് സമയമില്ല. ഇവള് സപ്പോർട്ടറും കൂടിയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ ഞാനിപ്പോ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊളീഗ്സ് ചിലർ അത് നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കും. അതുപോലെ ചില ഡോക്ടേഴ്സ് നല്ല സപ്പോർട്ടാണ്. ഇത് അറിയാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് മേബിളൊക്കെ അതിലൊരു നല്ലൊരു ഭാഗമാണ് എനിക്ക്. എന്തായാലും മേബൽ നമ്മുടെ ഹാജിനെ കണ്ട് വിളിച്ചാൽ ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു മേബൽ, താങ്ക് യു. അപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് അറിയാം. എന്റെ അമ്മ ഒരു നേഴ്സാണ്, ഗവൺമെന്റ് ഇതിൽ നിന്ന് സൂപ്രണ്ടായിട്ട് അമ്മ റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൊ ശരിക്കും എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒക്കെ ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. എന്റെ അമ്മയൊക്കെ ശരിക്കും സൂചിമുനയിലാണ് നടന്നിട്ടുള്ളത്. അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ നാട്ടിൽ എന്നൊക്കെ പറയുമ്പോ പിന്നെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ഹാജി. എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഹാർഡ് വർക്കിംഗ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ റീസെന്റ് ഒരു ഹോപ്പ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഇനിഷ്യേറ്റീവ് തുടങ്ങിയല്ലോ. ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അതിലിപ്പോ റീസെന്റ് ആയിട്ട് തുടങ്ങിയത്. അത് മാത്രമല്ല അത് ഇതിനോടകം തന്നെ ഒത്തിരി പ്രശസ്തി ആയിട്ടുണ്ട് അല്ലേ? അതെന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഹോപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ 2 മാസമായിട്ടുള്ള അതിന് വളർച്ച ഈ ഒറ്റടി വെച്ച് നടക്കുന്ന ഒരു പ്രായമാണ്. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾക്കൊരു 20+30 ഇടയിൽ നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവര്, അതാണ് നമ്മളുടെ ഉദ്ദേശം. അത്തരക്കാരെ ചേർത്ത് പിടിക്കുക. അവർക്ക് എന്ന് പറയുമ്പം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അത് കേൾക്കാൻ ഒരാളില്ല, ആരോട് പറയുമെന്ന് അവർക്കറിയില്ല. അതൊരാളോട് തുറന്നു പറഞ്ഞാൽ ആ ആൾ എങ്ങനെയുള്ളതാണ്, അത് പിന്നെ അത് സമൂഹത്തിൽ അത് പബ്ലിക്കായി അവർക്കത് മാനക്കേട് ഉണ്ടാക്കുമോ, അങ്ങനെ അത്തരത്തിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ട് പുറത്തു പറയാൻ പറ്റാതിരിക്കുന്ന, അതിപ്പോ നമ്മൾ സ്ത്രീകളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആണുങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളാണ് ഒരാളോടും പുറത്ത് പറയാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഒന്ന് കരയ പോലും ചെയ്യാത്തത് അവർക്കൊന്ന് പൊട്ടിക്കരഞ്ഞ. ഇപ്പൊ നമ്മള് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി കരയും. അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ അങ്ങനെ ആ ഒരു കരച്ചിലിൽ അവസാനിപ്പിക്കും. പക്ഷെ ഈ ആണുങ്ങൾ ഈ അറ്റാക്ക് ഒക്കെ വരുന്നത് ഞാൻ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിങ്ങനെ പിടിച്ചു വെച്ചിരുന്നിട്ട് ആ ഒരു പ്രഷർ ഒന്നും ഒരാളോട് തുറന്നു പറയോ ഒന്ന് പൊട്ടിക്കരയോ ചെയ്യാനൊരു അവസരം ഇല്ലാത്തത് കൊണ്ട് വരുന്ന ആപത്തുകളൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ അവർ ആലോചിച്ചിരുന്ന് അവർക്ക് അതിൽ നിന്നും ഒരു മുക്തി നേടുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു നിമിഷം മതി അവരെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ അത്തരക്കാരനെ നമ്മളെ ഒരു കോണ്ടാക്ട് കൊടുത്തിരിക്കുകയാണ്. 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ 2 നമ്പറിൽ അവർക്ക് വിളിച്ചാൽ നമ്മൾ സൈക്കോളജി സപ്പോർട്ട് കൊടുക്കും. സൈക്കോളജിസ്റ്റ് ഉണ്ട് നമ്മളുടെ പാനലിൽ, ഒരു 5 സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്യാട്രിസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് സൈക്കോളജിസ്റ്റിന്റെ ആ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അവരതിനെ ഫോളോ ചെയ്തിട്ട് അവർക്ക് തോന്നുകയാണ് ഇത് ഒരു മെഡിസിൻ സപ്പോർട്ട് കൂടെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്യും. അത് കൺസൾട്ടേഷൻ ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. അതെ, ഈ സൈക്കോളജി സപ്പോർട്ട് നമ്മൾ ഫ്രീ ആയിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലെ, ഒരു പേഴ്സണൽ കൗൺസിലിംഗ് ചെയ്യുന്നത്. ഇത്രയും നാളുകൊണ്ട് നമുക്ക് അത്തരക്കാർ വന്നിട്ടുണ്ട്. പിന്നെ കൊച്ചു പിള്ളേര്, ചെറുപ്പക്കാർ, പയ്യന്മാര് ജോലിയില്ലാണ്ട് അന്വേഷിച്ചിട്ട് ജോലി അന്വേഷിച്ചു വന്നിട്ട് 5ഉം 6ഉം വിസ റിന്യൂ ചെയ്തിട്ടൊക്കെ ഉള്ളവര്, അത്തരക്കാരനെ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും സ്പോൺസേഴ്സിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്തിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വിടാനായിട്ട് ഇന്ന് 6 മണിക്ക് നമ്മുടെ ഷാർജ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ആയിരുന്നു. അറിഞ്ഞു കാണും, എയർ ഇന്ത്യ എല്ലാം സമരത്തിലായിട്ട്. അയ്യോ, പാവം കൊച്ചെന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇത്താ ഞാൻ പോയില്ല, ഞാൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരികയെന്ന്. അപ്പൊ ഇത്തരം പ്രയാസമുള്ള ആളുകളെ നമ്മൾ ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോ അത് മതി അവർക്ക് വയലന്റ് ആവാം, ഭയങ്കര ഇറിറ്റേറ്റ് ആവും ആള്. അപ്പൊ അത് എയർ ഇന്ത്യയുടെ ഭാഗത്ത്
പെട്ടെന്ന് നിന്നൊന്നുള്ളതല്ല. നമ്മൾ ഒരുപാട് കാലമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഇവര് ഈ 1 മണിക്കൂറിന്റെ സമയം നമ്മൾ ലേറ്റ് ആയാൽ നമ്മളെ ഫ്ലൈറ്റിൽ കയറ്റാൻ അവര് ബുദ്ധിമുട്ട്. അത് ഇത് ക്ലോസ് ചെയ്തു നമ്മള് ആരുടെയൊക്കെ കൈയും കാര്യം പിടിക്കണം. ഒരു 1/2 കിലോന് 1 കിലോ സാധനം കൂടിയാല് എടുത്ത് പുറത്തിടുക എന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള ആളുകള് ഇവർക്ക് ഇവിടെ ഇന്ന് ലേറ്റ് ആവണത് അത് സ്വാഭാവികം, സംഭവിക്കും. പക്ഷെ അതൊന്നും വിളിച്ചറിയിക്കുക, ഒരു മെയിൽ ചെയ്യാം, മെസ്സേജ് അയക്കുക, അതൊക്കെ നടക്കേണ്ടതല്ലേ. ഇത്രയും ഇപ്പൊ ഈ ദുബായിൽ നിന്നുള്ള ആള് ഷാർജ എയർപോർട്ടിൽ എത്തണം എന്നുണ്ടെങ്കിൽ ടാക്സിക്ക് എത്ര പൈസ അവർക്ക് പോയി നഷ്ടമുണ്ട്, ടൈം. അപ്പൊ ഈ മാനസികമുള്ള ഈ പിരിമുറുക്കുള്ള ആളുകളെ നമ്മൾ അങ്ങനെ ആയിട്ട് അപ്പൊ ഇന്നിപ്പോ ഉണ്ടായ ഒരു അനുഭവമാണ് അത്. അപ്പൊ ആ കുട്ടി തിരിച്ചിപ്പോ റൂമിൽ വന്നിരിക്കുക, ഇനിയിപ്പോ അടുത്ത ടിക്കറ്റ്. അപ്പൊ അവര് പറയണത് 10 ദിവസം കഴിഞ്ഞിട്ട് റീഫണ്ട് വരും പൈസ. അതിന്റെ പുറകെ അത് മറ്റൊരു അതെ അതെ നമ്മുടെ കോവിഡിന്റെ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു പലരും ഇപ്പൊ അത് വിട്ടു, പൈസ ബുക്ക് ആര് കൊടുക്കുന്നത്, പറച്ചില് മാത്രം കുറച്ച് പേർക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്നത് ശരിക്കും ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ് എയർ ഇന്ത്യ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച്. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഒരു ഭയങ്കര വലിയൊരു അവാർഡ് കിട്ടുകയുണ്ട്. അതെന്തായിരുന്നു അത്? മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഓൺ ദ സ്റ്റേജ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി രാജീവ്, ബ്രിട്ടാസ്, അങ്ങനെ ഒരു ബറ്റാലിയൻ ടീം ഉണ്ടായിരുന്നു സ്റ്റേജില്. അതൊരു ഭയങ്കര ഒരു അതെ അതെ. ഒരിക്കലും ഞാൻ മമ്മൂക്കനെ കാണണമെന്ന് അത്ര വലിയ എനിക്ക് മമ്മൂക്കയുടെ വൈഫിനെ കാണാൻ വലിയ ഇഷ്ടമായിരുന്നു, വലിയ ആഗ്രഹമായി. ഇപ്പോഴും അതെ കാണണം, അവരെ കാണണം. പ്രൗഡ്, സിമ്പിൾ ആൻഡ് എലഗന്റ്. അത് തന്നെ. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് ഞാൻ നാട്ടിലാണ്, ഇതിവിടെ ഇങ്ങനെ ഇവര് ഈ കൈരളി ടിവിന്ന് തന്നെ വിളിക്കുമ്പോ അവര് എന്നെ നാട്ടിലേക്കാണ് വിളിക്കുന്നത്. നാട്ടിലത്തെ നമ്പർ ഇവര് ഇവിടെ നിന്ന് നോമിനേറ്റ് ചെയ്തവരെ കൊണ്ട് അങ്ങോട്ട് കളക്ട് ചെയ്തിട്ട് അങ്ങനെ വിളിക്കുക ചെയ്തത്. അപ്പൊ കോവിഡിന്റെ സമയം, നമുക്ക് കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നിന്ന് കയറി വരാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പൊ അപ്പോഴൊന്നും മമ്മൂക്കിന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഒരു നിങ്ങൾ ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്, നിങ്ങൾ നാട്ടിൽ നിന്ന് എത്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ഡേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കോവിഡ് ടെസ്റ്റിന് നിൽക്കുകയാണ് ആ സമയത്ത്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നാട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും ഒരാഴ്ച വൈകും പറഞ്ഞു. താങ്ക് ഗോഡ് നമ്മുടെ നെഗറ്റീവ് ആയി തിരിച്ചു വന്നു. ആ ഒരു പരിപാടി 2023 ഫെബ്രുവരിയിലായിരുന്നു. 2022 ഫെബ്രുവരി, ഒരു വർഷം 2 വർഷം ഫെബ്രുവരി അത് കഴിഞ്ഞത്. അപ്പൊ അത് ആതുര സേവനവും സോഷ്യൽ ആക്ടിവിറ്റിയും കൂടിയിട്ട് ഒന്നിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ടീമുകളിനെയാണ് 4 പേരയിൽ സെലക്ട് ചെയ്തത്. അതിലൊന്ന് ഞാനായിരുന്നു ആ ഭാഗ്യവതി. എന്തായാലും മമ്മൂക്കയുടെ കയ്യിൽ നിന്നും അതുപോലെ പിണറായി വിജയൻ സർ, അതുപോലെ എല്ലാ മന്ത്രിമാരും അവരുടെയൊക്കെ ഇടയിൽ നിന്ന്, പ്രത്യേകിച്ച് ആതുര സേവന രംഗത്ത് നിന്നുള്ളവരെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു അത് ഓൾറെഡി ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്. എന്താ പറയാ, നമ്മുടെ മാലാകമാരെന്നാണല്ലോ വിളിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ അത് കൂടാതെ പുറത്തും ചെയ്യാന്നുള്ളത് ആ സമയമൊക്കെ വെച്ചിട്ട് ശരിക്കും ഭയങ്കര സമയം കിട്ടുന്നുണ്ട്. പിന്നെ സമയം കിട്ടിയാൽ മാത്രം പോരാ, നമുക്ക് അതിനുള്ളൊരു മനസ്സും വേണം ഇറങ്ങിത്തിരിക്കാനായിട്ട്. അപ്പൊ അത് രണ്ടും കൂടി ഇതാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ദൈവം എന്നെ അതിനായിട്ട് നിയോഗിച്ചിരിക്കുന്നതായിരിക്കാം. കാരണം എനിക്ക് വീട്ടിലിരിക്കുമ്പം ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചാൽ ഇനിയിപ്പൊ ബോഡി വീക്ക് ആണെങ്കിൽ തന്നെയും പിന്നെ ഒരു ചടപടന്ന് എണീക്കാന്ന് പറയില്ലേ, അന്ന പോലെ ഒരു ടപ്പേന്ന് പിന്നെ എന്താ ആരോഗ്യ പ്രശ്നം ഒന്നും അവിടെ ഒന്നുമല്ല. ഞാൻ ഇറങ്ങിത്തിരിക്കും. അത് എനിക്ക് ദൈവം എനിക്ക് തരുന്ന ഒരു ഇതാണത്, ഒരു പ്ലസന്റ് ആണത്. അത് ഞാൻ ഇറങ്ങും. അതുപോലെ മറ്റൊരു ഇനിഷ്യേറ്റീവ് ആണ് പ്രവാസി ലീഗൽ സെൽ ചീഫ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞത്. വനിതാ വിംഗ്. അതെന്താണ് ആക്ച്വലി? അത് നിയമപരമായിട്ട് ഇപ്പൊ പല കുട്ടികളിലും ഈ നാട്ടിൽ നിന്നൊക്കെ വിസ തട്ടിപ്പിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങനെയുള്ളവരെ ഈ ലീഗലായിട്ട് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ അത് എക്സ്പെൻസ് ഇല്ലാതെ അവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ വഴി കൂടെ പോയാലാണ് അതിനെ അവരുടെ കുരുക്കിൽ നിന്നും കുരുക്കഴിക്കാനായിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കും. അത് ശരിക്കും യുഎയിൽ മാത്രമുള്ളവർക്കാണ്? വേൾഡ് ഗ്ലോബലാണ്. അത് ഗ്ലോബലാണ്. അപ്പൊ പുറമേക്ക് പോയ ആളുകളാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം കുറെ വേറെ അവിടെയൊക്കെ ഉണ്ട്, ഇതൊക്കെ അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. എല്ലാ GCCയിലും ഉണ്ട്, ബഹ്റൈൻ, ഖത്തർ, എല്ലാ സ്ഥലത്തുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഇതുപോലെ ലേഡീസ് ഒക്കെ ആയിട്ടുള്ളവർ, അവര് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ എവിടെയെങ്കിലും എല്ലാം പെട്ട്
കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാജിത്തയുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഹാജിത്തയുടെ നമ്പർ വേണമെങ്കിൽ തീർച്ചയായിട്ടും UBLുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലീഗൽ സപ്പോർട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കും ഇത് എത്തിക്കുക. അതുകൂടാതെ എനിക്ക് ചോദിക്കേണ്ടത് എന്താണ് ഈ ഏഞ്ചൽ അവാർഡ്? ഒരു ഏഞ്ചൽ നഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാലാഖ കുട്ടിയാണല്ലോ, മാലാഖമാരാണ്. അപ്പൊ ശരിക്കും ആ ഒരു ഏഞ്ചൽ അവാർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ഏഞ്ചൽ അവാർഡ് നമ്മളുടെ കോവിഡിന്റെ സമയത്ത് ഒരു അതായത് അത് നേഴ്സസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അവാർഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ രോഗി പരിചരണത്തിന്റെ ഇടയിൽ. അപ്പോൾ അതിൽ ആ സമയത്ത് ഇവര് ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു ഹിറ്റ് FM-ന്റെ. അപ്പൊ അതിന്ന് ഒരുപാട് പേരെ ആ സമയത്ത് ഒരുപാട് നോമിനേഷനുകൾ ചെന്നിട്ട് അതിന്ന് എനിക്ക് ഒരു ജൂറി അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ്, അതിൽ ഓരോരോ സ്പെസിഫിക് കേസുകൾ നോക്കിയിട്ട് സംഭവം എനിക്കതൊന്ന് 180 നോമിനേഷൻ ആയിരുന്നു. അത് അവർ പറഞ്ഞത് ഇത് ഒരു വേൾഡ് റെക്കോർഡാണ്, ഇത്രയും നോമിനേഷൻ ഇതുവരെ ആർക്കും വന്നിട്ടില്ല. പക്ഷെ ഓരോരുത്തരും ഇതിങ്ങനെ കണ്ടിട്ടും പിന്നെ എന്നറിയുന്നത് സോഷ്യൽ ആക്ടിവിറ്റീസിലാണ് കൂടുതലും ആളുകൾ അറിയുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നോമിനേറ്റ് ചെയ്യായിരുന്നു ഹിറ്റ് FM കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ. പക്ഷെ അതിൽ നിന്നും 5 പേരെ തെരഞ്ഞെടുത്തു. എനിക്ക് അതിന്റെ ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ അവാർഡ് എനിക്ക് കിട്ടിയത്. അതാണ് ഏഞ്ചൽ അവാർഡില്. ഏഞ്ചൽ അവാർഡ് അത് ഏത് വർഷമാണ് കിട്ടി? കോവിഡിന്റെ ഇടയിൽ 2020 21, 22. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കോവിഡിന്റെ ആ രൂക്ഷ സമയത്ത് അത് നിർത്തിയായിരുന്നു. പിന്നെ ഇപ്പൊ നടന്നത് കഴിഞ്ഞ വർഷമാണ്. അത് കിട്ടിയത് നമ്മുടെ ദുബായ് ഹോസ്പിറ്റലിൽ EMNF എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നഴ്സുമാർക്ക് മാത്രമായിട്ട് നഴ്സുമാരായിട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതില് നമ്മുടെ ഒരു ദുബായ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രകാശിനി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ അവാർഡ്. അതിന്റെ മുന്നത്തെ വർഷം നടത്തിയില്ല, കോവിഡിന്റെ അതിന്റെ മുന്നത്തെ വർഷമാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒത്തിരി എന്താ പറയാ സാമൂഹ്യ പ്രവർത്തകയായിട്ട് എനിക്കൊന്ന് ഹാജി സ്വയം പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇതുപോലെ കുറെ അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ലേഡീസ് ലോഞ്ചിന് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി, ഒരു സൂപ്പർ വുമൺ അല്ലെങ്കിൽ സൂപ്പർ ലേഡി. അതുകൂടാതെ എഡിറ്റോറിയലിന് കിട്ടി കഴിഞ്ഞ ഒരു 8 മാസം മുൻപ് എഡിറ്റോറിയൽ അരുൺ രാഘവന്റെ ചാനൽ, അതിൽ നിന്ന് കിട്ടി എനിക്ക് വണ്ടർ വുമൺ അവാർഡ്. അപ്പൊ ഞങ്ങക്ക് കറക്റ്റ് വണ്ടർ വുമൺ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് അടുത്ത ചോദിക്കാനുള്ള നമ്മുടെ ഷെയ്ഖ് മുഹമ്മദിന്റെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള 10 മില്യൺ ഫുഡ് ഇനിഷ്യേറ്റീവ് ചലഞ്ച്, അതിലൊരു ഭയങ്കര വലിയ അപ്രിസിയേഷൻ ലഭിക്കേണ്ടത്. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ഇത് ഒറ്റയ്ക്ക് ഇത് ഒപ്പിക്കാൻ പറ്റിയത്, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത്? അത് ഒറ്റയ്ക്കല്ല, അത് ഞങ്ങൾക്കൊരു ബിഗ് ടീം ഉണ്ട്. ആ ടീം എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഒരു പ്രവർത്തന. കേട്ടിട്ടുണ്ടാവും ഒരു വെദർമാൻ സജ്ജാദ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ വീക്കിൽ സജ്ജാദ് നിങ്ങളുടെ എന്റെ ഒരു കൊച്ചനീന. സജ്ജാദ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും ഈ ഫുഡ് കൊടുക്കാൻ. അപ്പൊ ആ സമയത്ത് നമ്മള് റമദാൻ സമയത്തൊക്കെ നമ്മൾ കോവിഡിന്റെ മുൻപ് റെഡി ഫുഡ് ഒരു 500 റെഡി ഫുഡ് നമ്മള് ദേര ഇങ്ങനെ ഓരോ ഏരിയകളിൽ 4-5 ലൊക്കേഷൻ വെക്കും. ആ ലൊക്കേഷനിൽ വെച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഷെയ്ഖ് മുഹമ്മദിന്റെ ഇത് കിട്ടാൻ കാരണം അവരുടെ കിറ്റ് ഉണ്ടായിരുന്നു, മില്യന്റെ 1 മില്യൺ കിറ്റിന്റെ 10 മില്യൺ കിറ്റിന്റെ. അതിന്റെ കിറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ആർക്കും ഇത് ക്യാമ്പയിൻ പോലെ എമിറേറ്റ്സ് ID കൊടുത്തിട്ട് ലിസ്റ്റ് എടുക്കൽ ഒരു ഇതുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് തീവ്രമായിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചു. ആളുകളുടെ ലിസ്റ്റ് എടുത്ത് എമിറേറ്റ്സ് ID എടുത്ത് ഡാറ്റ ഉണ്ടാക്കി അതിന് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു. അവരെനിക്ക് ഇറക്കി തരും, അങ്ങനെ ഇറക്കി തരും. ശരിക്കും കറക്റ്റ് ആവശ്യമുള്ള ആളുകളിലേക്ക് അത് സജീവൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു ആളുണ്ട്, അവരാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത്. പിന്നെ എന്റെ ടീം അംഗങ്ങള് ഷാജഹാൻ, പിന്നെ സിദ്ദീഖ്, ഞങ്ങളുടെ ജീവകാരുണ്യസ്ഥ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു സംഘടനയുണ്ട് നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള. അപ്പൊ അതിലത്തെ ടീം അംഗങ്ങൾ കുറെ പേരുണ്ട് കൂടെ. പിന്നെ ഇവരും നൗജസ് ഒരു PR ആയിട്ട് വർക്ക് ചെയ്യണതാ. അപ്പൊ അങ്ങനെ ഓരോ പൊസിഷനിലുള്ളവരും അത്തരത്തിലുള്ള അതുപോലെ ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും നിസാർ പട്ടാമ്പി നമ്മുടെ അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഓരോ പൊസിഷനിൽ നിന്ന് നമുക്ക് ഓരോരുത്തര് ബിഗ് സപ്പോർട്ട് ഉണ്ട്. ഞാൻ ഒരാള് വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല. ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു ബിഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഹാജിയെ സംബന്ധിച്ച് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു ചാരിറ്റി, ഒരു സാമൂഹ്യ പ്രവർത്തനം, അതായത് ഫ്രീ ഓഫ് കോസ്റ്റ്, ജസ്റ്റ് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ പേര് മാത്രമാണ് അല്ലെ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് ഇത് കേൾക്കാൻ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇതുപോലെ ഞങ്ങൾക്കൊക്കെ ഹാജിയുടെ കൂടെ ചേരണമെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ ചേരണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളോട് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഹാജിയുടെ നമ്പർ നമ്മൾ തരുന്നതായിരിക്കും. അപ്പം അതേപോലെ ഹോപ്പ് ഓഫ് ലൈഫിന്റെ നമ്പറും ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഹോപ്പ് ഓഫ് ലൈഫിന്റെ അതെ അതെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വിളിക്കാം. നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് അവരെ നേരിട്ട് കാണേണ്ടതാണെങ്കിൽ അവർ പറഞ്ഞാൽ കാണും. ഹോപ്പ് ഓഫ് ലൈഫിൽ ഞങ്ങൾ ഒരു 15 അംഗ കമ്മിറ്റി ഉണ്ട്. നല്ല സൂപ്പറായിട്ട്, അതായത് ഇൻക്ലൂഡിങ് ഈ സൈക്കോളജിസ്റ്റുകളും കൂടി ഉൾപ്പെട്ടിട്ട്. അതെ അതെ. നിഷാജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓൾ കേരള പ്രവാസിയുടെ മെയിൻ ഗ്ലോബലി ആളാണ്. അവരുണ്ട്. പിന്നെ EMNF എന്ന് പറഞ്ഞില്ല, അതിന്റെ നെടുന്തൂണാണ് നമ്മുടെ സിയാദ് എന്ന് പറയും പുള്ളിക്കാരൻ. അപ്പം ഞാനിതൊരു 3-4 ഗ്രൂപ്പിന്റെ മെയിൻ കീ പോസ്റ്റിൽ ഇരിക്കുന്നവരെ കൂട്ടിയിട്ടാണ് ഈ ഹോപ്പ് ഓഫ് ലൈഫ് ഉത്ഭവം പഠിപ്പിച്ചിട്ടുള്ളത്. വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇതുപോലെയൊക്കെ ബിസി ലൈഫിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നുള്ള പിന്തുണ എന്താണ്? വീട്ടിൽ നിന്ന് ആദ്യമൊക്കെ ചിലപ്പോ ഇങ്ങനെ നീ തിരക്കല്ലേ, എനിക്ക് വിളിക്കാൻ നേരമില്ലല്ലോ എന്നൊക്കെ പറയും, വിളിക്കാനൊക്കെ വൈകുമ്പോ. പിന്നെ കുഴപ്പമില്ല, യൂസ്ഡായി. മക്കളൊക്കെ ആദ്യം ഇടയ്ക്ക് ലീവിനൊക്കെ വന്ന് നിൽക്കുമ്പോ ഉമ്മ ഫോണൊന്നും അവിടെ വെച്ചെന്നൊക്കെ പറയും. കാരണം ഞാൻ വാട്സപ്പ് 24 hours അപ്പൊ ഞാനിത് നോക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും റിക്വയർമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ പിന്നെ അവരുള്ള സമയത്ത് ഞാൻ കുറച്ച് അവർക്കും കൊടുക്കേണ്ട സമയം. പിന്നെ ഇപ്പൊ അവര് വലുതായി, ഇപ്പൊ നമ്മളെ അടുത്ത് കിട്ടില്ല. മൂത്തയാള് ജോലിയിലായി, രണ്ടാമത്തെ ആള് ACC അതേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുന്നു അടുത്ത മാസം. നാട്ടിലെവിടെയാണ് ഹാജി? തൃശ്ശൂര്. പക്ഷെ ആ ഒരു തൃശ്ശൂർ സ്ലാങ് ഒന്നും വരുന്നില്ലല്ലോ. ചിലപ്പോ വരും, ചില സമയത്ത് അല്ലെങ്കിൽ അതെ. സാധാരണ പുറത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി വർഷമായല്ലോ. അപ്പൊ ശരിക്കും ഇവിടെ വന്നിട്ട് 20 വർഷമായില്ല. ഇതിനു മുമ്പ് നാട്ടിലായിരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്തിട്ടൊക്കെ? നാട്ടിലാവുമ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ നമ്മളെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾക്ക്. ഞാൻ അതിനു മുന്നേ സൗദിയിലാണ് പോയത്. സൗദിയിൽ ഞാനൊരു ഹോം നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്കിത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തീക്കനൽ കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചെറുപ്പത്തില് അടുത്ത വീട്ടിലുള്ള ഗൾഫുകാർ, ഒരു 2-3 വീടൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഗൾഫുകാരുണ്ടായിരുന്നു. അപ്പം അവർ വരുന്ന സമയത്ത് നമ്മൾ ഏതോ ഒരു അത്ഭുത മനുഷ്യനെ കാണാനെന്ന പോലെയാണ് ആകാംക്ഷയായിട്ട് കാത്തു നിൽക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നോക്കും വീട്ടിലേക്ക് അവര് പുറത്തെങ്ങാനും കാണാൻ പറ്റുമെന്ന്. എൻ്റെ കൂടെ ഞങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന പയ്യന്റെ വാപ്പ ഇതുപോലെ ഗൾഫിൽ നിന്ന് വന്നിട്ട്, അപ്പൊ അവൻ എൻ്റെ കൂടെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ വാപ്പ എന്തിയുടെ കാണാനില്ലല്ലോ എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പൊ നമുക്ക് ആ ഗൾഫിൽ വന്ന ആളുടെ ഒരു ആകാംക്ഷ. അപ്പൊ എനിക്ക് ചോക്ലേറ്റ്, ഹീറോ പെന്ന്, അതുപോലെ മുത്ത് വെച്ച ഒരു ഗിൽറ്റൊക്കെ ആയിട്ടുള്ള ഒരു മാല, അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ വീട്ടിലേക്ക് ഉപ്പയ്ക്കൊക്കെ ആയാലും തൊട്ട വീട്ടിലെ ഇതുപോലെ അവരൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഇവിടുത്തെ ലുങ്കിമുണ്ട് അതൊക്കെ അങ്ങനെ അവർ ഉപയോഗിച്ചിട്ടുള്ളത് അവരൊക്കെ കൊണ്ടുവന്നിട്ടാ. അപ്പൊ എനിക്കായിട്ട് ഇങ്ങനെ ഈ ഹീറോപ്പൻ അങ്ങനെയൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതുപോലെ എനിക്ക് ഇത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും. അത് ഉപയോഗിക്കുമ്പോൾ, ആ ഹീറോ പെന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ തീരില്ല. അതിപ്പോ ഈ കേൾക്കുന്നവർക്കൊക്കെ അത് ആ ഒരു എന്താ പറയുക ഫീലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് അന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ. പിന്നെ തന്നെയല്ല, എൻ്റെ 1ാം ക്ലാസ് വിദ്യാഭ്യാസം തുടങ്ങുന്നതും എൻ്റെ വീട്ടിൽ അതിന് മാത്രം കഴിവില്ല. ഞങ്ങളൊരു താഴ്ന്ന വളരെ സാധാരണക്കാരാണ്. അപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നാൽ അന്നത്തെ കിട്ടുന്നത് അന്ന്, പിറ്റേ ദിവസം ജോലി ചെയ്താൽ അന്ന് കിട്ടിയാൽ അന്ന്, അങ്ങനെ അന്നന്ന് വെച്ച് കുടിക്കുന്ന ഒരു കുടുംബം. അപ്പോൾ എന്നെ സ്കൂളിലേക്ക് വിടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിമാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ സ്കൂൾ വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ വിടും. അങ്ങനെയാണ് മൂത്തവരെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്നെ സ്കൂൾ വിടാതെ ഒരാളുടെയും കൂടി പോകുന്നിടത്തോളം പോട്ടെ, അടുത്ത കൊല്ലം വിടാന്ന് പറഞ്ഞപ്പോ എനിക്ക് 4 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അന്നൊക്കെ 5 വയസ്സായിട്ടല്ലേ വിടുള്ളൂ. ഈ പറഞ്ഞ പോലെ പ്രീ KG അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. എൻ്റെ വീട് ഇതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റുള്ള വീട്. അപ്പോൾ അവളുടെ കളിക്കാൻ പോയ സമയത്ത് അവളിനെ കാണുന്നല്ല, അവള് ഭയങ്കര ബിസി. കുളി, അവളുടെ അമ്മ ഭക്ഷണം വാരി കൊടുക്കണു, വേറെ ഡ്രസ്സ് ഇടണു. അപ്പം ഞാനിങ്ങനെ എവിടെ നോക്കി ഇവളെന്താ കളിക്കാൻ വരാത്തതെന്ന് വെച്ചിട്ട്. അപ്പോൾ ആണ് മനസ്സിലായത് ഇവളെ സ്കൂളിലേക്ക് വിടാണെന്ന്. അമ്മ കൊണ്ടുവന്നാക്കാൻ പോവാ. വിട്ടു, കരഞ്ഞു, പിന്നാലെ കൂകി വിളിച്ച് ഇവളുടെ പിന്നാലെ ഓടി. അവിടുന്ന് ചേച്ചിമാര് എന്നെ പിടിച്ചു വന്നു. മൂത്തേച്ചി ചേച്ചിമാരെ എന്നെ അവരെ പിടിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ ഈ അമ്മ ചോദിച്ചു എന്ന് പറഞ്ഞു എൻ്റെ അമ്മോട്, താത്തയെ അവളെ വീട് എൻ്റെ കൂടെ, ഞാൻ കൊണ്ടുപോട്ടെ, അവള് വന്നോട്ടെ, ഞാൻ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. സ്കൂളിൽ എത്തിയപ്പോൾ ഞാൻ കരഞ്ഞു, അമ്മയുടെ കൂടെ വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു, ഇരിക്കട്ടെ, കുട്ടി അവിടെ ഇരുന്നോട്ടെ, എല്ലാവരും ഇരിക്കുമ്പോഴാണ് വീട്ടിൽ പോകാൻ അറിയണം, കുട്ടി ഇരിക്കാനല്ല അറിയണം, അവിടെ ഇരുത്തുമെന്ന് പറഞ്ഞു.
അങ്ങനെ അപ്പോൾ അമ്മ പറഞ്ഞിട്ടില്ലല്ലോ വീട്ടില് പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ അങ്ങനെ എന്തെന്ന് പറയണു ആ ഒരു വർഷം അവരിരുത്തി എന്നെ ഇവരാണ് ഈ അമ്മയാണ് എന്നെ ഇരുത്തിയത്. പിറ്റേ ദിവസം അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനെ ഇവർക്ക് അടക്ക കമ്പനിയാണ് അവർ ഇച്ചിരി. എൻ്റെ കൂട്ടുകാരിയുടെ പേര് വനജ. വനജ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. വനജ. അപ്പോൾ എനിക്ക് സ്കൂൾ പെൻസിലും സ്ലൈറ്റും, അന്ന് സ്ലൈറ്റും പെൻസിലും ഉണ്ടായ സ്കൂളിൽ പോക്ക് നടന്നു. വാട്ടർ ബോട്ടിലും ഒക്കെ എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് നമുക്ക് അന്ന് എന്ത് വേണം അതെനിക്ക് വനജയുടെ അച്ഛനും അമ്മയും തന്നതാണ്. അതിൽ നിന്നാണ് എൻ്റെ സ്കൂൾ തുടക്കം. അപ്പോൾ ഇന്ന് എനിക്ക് ദൈവം സഹായിച്ചിട്ട് അതുപോലെ ഒരു 100 പേർക്കുള്ള സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങാനായിട്ടുള്ള സാധനം എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അത് കൂടാതെ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി നഴ്സിംഗിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്ര ഈസി ആയിട്ട് ഭയങ്കര വിരോധമായിരുന്നു. നഴ്സിംഗ് എനിക്ക് കുഞ്ഞിലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു നഴ്സ് അല്ലെങ്കിൽ വനിതാ പോലീസ്. ഇത് രണ്ടുമായിരുന്നു എനിക്ക് ആവണം എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഉള്ളിലൊരു വനിതാ പോലീസ് എവിടെയോ ഒളിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടാണ്, ഈ 2 ജോബിനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളൂ. സ്കൂളിൽ പോകുമ്പോഴായാലും അതുപോലെ ചേച്ചിമാരൊക്കെ പ്രസവത്തിന് പോകുമ്പോൾ ചേച്ചിമാരെയൊക്കെ കല്യാണം 14 വയസ്സ് 18. എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ ഏറ്റവും 2-3 ചേച്ചിമാരുടെ കല്യാണം എനിക്ക് ഓർമ്മ. 4 ചേച്ചിമാരുണ്ട്. മൂത്ത ചേച്ചിയുടെ കല്യാണം ഒന്നും എനിക്ക് ഓർമ്മയില്ല. രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം ഒരു ചെറുതായിട്ട്, മൂന്നാമത്തെ ചേച്ചിയുടെ 4-ാമത്തെ ചേച്ചിയുടെ കല്യാണം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അവരൊക്കെ പ്രസവിക്കാനായിട്ട് വിട്ട് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മ പോണേൻ്റെ ഒപ്പം നമ്മളും പോകും. പോയി കഴിഞ്ഞ് കഴിഞ്ഞ് നഴ്സുമാരിങ്ങനെ നോക്കി നിൽക്കും. പ്രത്യേകിച്ച് ജൂബിലി മിഷനിൽ, അന്ന് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലില്. അപ്പൊ ഈ മിഡി സോക്സ്, ഒരു കരുത്തൊക്കെ ഇട്ട് ചെരുപ്പ് ഉണ്ടാവും, ക്യാപ്പും വെച്ചിട്ട്. അപ്പൊ ഇതിങ്ങനെ നോക്കി നിൽക്കും, അത്ഭുതത്തോടെ നോക്കി നിൽക്കും. എനിക്കും ഇതുപോലെ പറ്റില്ലേ, നഴ്സ് ആയിക്കൂടെ എന്നിങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ പിന്നെ പഠിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം കോളേജിൽ വിടാനൊന്നും ആർക്കും അതിനുള്ള ഇഷ്ടമൊന്നല്ല, അതിനുള്ള സാമ്പത്തികവും ഇല്ല പഠിപ്പിക്കാനായിട്ട്. പിന്നെ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഒരു പേപ്പർ കട്ട് കണ്ടിട്ട് ഇങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞാലും ഇങ്ങനെ ഇത് നഴ്സിങ്ങിന് ചേരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ട് ചേർന്നതാണ്. അപ്പം അത് ഒരു ഇതായിരുന്നു, മറ്റേ ഈ ഓക്സിലറി നഴ്സിംഗ് അസിസ്റ്റന്റ് നഴ്സിംഗ് കോഴ്സായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അത് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇനി ഇത് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അത് വാലിഡ് ആയിരുന്നു. അവിടെ നിന്ന് ഈ എന്താ പറയണേ ഡിപ്ലോമ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ ഇവിടെ ചേറ്റുവ MES എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലിൽ കയറി. പിന്നെ അവിടെ നിന്ന് തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിൽ കയറി 9.5 വർഷം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഒരു അവിടെ നിന്ന് ഇരിക്കുമ്പോഴാണ് കല്യാണമൊക്കെ കഴിയുന്നത്. അവിടെ നിന്ന് പിന്നെ ഒരു 2003 ഗൾഫിൽ പോണത്, സൗദിയിൽ പോണത്. ഫസ്റ്റ് ടൈം സൗദിയിൽ പോയി. അവിടെ ഒരു 1.5 വർഷം തന്നെ. അതൊരു പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്, നമ്മളെ കൊണ്ടുപോയി ഏജന്റ് വഴി പോയത്. പക്ഷെ ചെന്നപ്പോൾ ഹോം നേഴ്സായിരുന്നു. പക്ഷെ ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ഇച്ചിരി ഒരു സങ്കടം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പിന്നെ ചെറിയ മോൻ 1.5 വയസ്സ് 1 വയസ്സും 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ നിന്നു. അവിടെ പിടിച്ച് നിൽക്കേണ്ട വന്നു, നമ്മുടെ ആവശ്യമാണല്ലോ. അങ്ങനെ നിന്നു. അവിടെ നിന്ന് 1.5 വർഷം എത്തിയപ്പോൾ അവര് ലണ്ടനിൽ പോവാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവരെന്നെ കൊണ്ടുപോകാൻ പാസ്പോർട്ടൊക്കെ കൊണ്ടു കൊടുത്തു, എംബസിയിലൊക്കെ കൊടുത്തു, പണി തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ മോനെ സ്കൂളിൽ ചേർത്തേണ്ട സമയമായി, മൂത്തയാളെ. അപ്പോൾ എന്തായാലും നീ നാട്ടിൽ വന്നാൽ തീരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു. അതുകൊണ്ട് എനിക്കൊന്ന് അന്ന് ലണ്ടനിൽ പോയായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കിട്ടില്ലായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അന്ന് ലണ്ടനിൽ പോകാൻ നല്ല കാര്യം. ഞങ്ങൾ ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഇവിടെ ചിലപ്പോൾ ഹാജി ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ ഹാജിയുടെ കൈകളാൽ ഒത്തിരി സന്തോഷം അനുഭവിച്ച കുറെ പേര് ചിലപ്പോൾ കാണുന്നുണ്ടാവും. ശരിക്കും അവരൊക്കെ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും അന്ന് ലണ്ടനിൽ പോയിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ കാര്യം പ്രശ്നത്തിലായേനെ എന്നുള്ളത്. അതുപോലെ തന്നെ അന്ന് സൗദിയിൽ ആയിരുന്നപ്പോ ഇതുപോലത്തെ എന്തെങ്കിലും വീട്ടിലല്ലേ അവരുടെ ഒരു പിന്നെ നല്ലൊരു ഫാമിലി ആയിരുന്നു, നല്ല സ്നേഹമായിരുന്നു. ഞാൻ ആദ്യം പേടിച്ചു വീട്ടിലേക്കാണെന്ന് പറഞ്ഞപ്പം. പിന്നെ നല്ല ആളുകളായിരുന്നു. നമുക്കൊന്നും ചെയ്യണ്ട, നമുക്ക് അവർ യൂണിഫോം അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എന്ന പോലെ തന്നെ യൂണിഫോം അവർ എടുത്തു തന്നു. അത് മാത്രം നോക്കുക, വാപ്പനെ നോക്കുക, മെഡിസിൻ കൊടുക്കുക,
ജസ്റ്റ് ആളിനെ അസിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൂമുണ്ട്, അവിടെ വന്ന് കിടക്കാം. മെഡിസിൻ്റെ മുന്നേ ഇൻസുലിൻ ചെക്ക്, ബ്ലഡ് ഷുഗർ നോക്കണം, ഇൻസുലിൻ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആളെ മാത്രം. അതെ, അതിപ്പോ ഇവിടെ ഉണ്ടല്ലോ ഹോസ്പിറ്റലുകളിലൊക്കെ, കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട് നഴ്സിംഗ് സർവീസിന്റെ, അത്തരത്തിലൊരു ജോബായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ശരിക്കും ഇങ്ങനത്തെ സാമൂഹ്യ പ്രവർത്തകർ ശരിക്കും നമ്മൾ എന്താ പറയുക, അവരെ തൊട്ട് വന്നിക്കേണ്ട ഒരു സമയമായിരുന്നു നമ്മുടെ കോവിഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഹാജിയെ സംബന്ധിച്ച് അങ്ങനെ മനസ്സിൽ തട്ടി എന്തെങ്കിലും ഒരു അനുഭവം ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ടായിരിക്കും, അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ ഒരു അനുഭവം? ഒത്തിരി അനുഭവത്തിൽ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽ ICUലായിരുന്നു അന്ന് എനിക്ക് ഡ്യൂട്ടി. ICUവിൽ ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നിട്ട് അപ്പോൾ നമ്മളെ ഫ്ലോട്ട് ചെയ്യും, നമ്മൾ ഓരോ ഭാഗത്ത് തിരക്കുള്ളവർക്ക്. കാരണം ICUവിൻ്റെ ആ കോവിഡിൻ്റെ സമയത്ത് ഞാൻ പെർമനൻ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന 12 വർഷം ജോലി ചെയ്തിരുന്ന വാർഡിൽ നിന്ന് ഞാൻ സ്പ്ലിറ്റായി. അങ്ങനെ കോവിഡിൻ്റെ സ്ഥലങ്ങളിലേക്ക് മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതിന് മുൻപ് ഇങ്ങനെ വാർഡുകളിലേക്ക് ഇതാകുമ്പോൾ ICUവിൽ ഡ്യൂട്ടി എടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം ഒരാളെ കാഷ്വാലിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നു, ട്രോളിയിൽ കൊണ്ടുവന്നു, നമ്മൾ ബെഡിലെടുത്ത് കിടത്തി. അപ്പോൾ ഒരു വീണിട്ട് തലകറങ്ങി വീണിട്ട് അവിടെ നിന്ന് പോലീസ് വാനിൽ ആംബുലൻസിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെ ആളിനെ നോക്കിയപ്പം നമുക്ക് ആളെ ചിലപ്പോൾ നമുക്ക് ചിലരെ കണ്ടാൽ പറയാം ഇത് കണ്ടിട്ട് മലയാളിയാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ തമിഴ്നാട് അങ്ങനെ ഏതോ സ്ഥലം തോന്നുന്നുണ്ട്, എന്തായാലും എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് ഓർഡറായിട്ട് നമുക്ക് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ അങ്ങനെ പുറത്ത് വന്ന് ടേബിളിൻ്റെ അവിടെ നിന്ന് ആളുടെ ഫയലെടുത്ത് ഓപ്പൺ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, പേര് കണ്ടപ്പോൾ മലയാളിയാണെന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും ചെന്നു അകത്തേക്ക്. എല്ലാം കഴിഞ്ഞു, ആൾക്ക് ഡ്രിപ്പ് ഇടലും ഗ്ലൂക്കോസ് കണക്ട് ചെയ്ത് ഓക്സിജൻ കണക്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇൻറ്റുബേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആളോട് ചെന്നിട്ട് സംസാരിക്കാൻ, വെന്റിലേറ്റർ ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ ഈ ഓക്സിജൻ മാസ്കും ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ആളുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് റിക്കവർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആ സമയത്ത് ഞാൻ ചെന്ന് ചോദിച്ചു സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ആളുടെ എന്തെങ്കിലും അറിയാലോ വിവരങ്ങൾ എന്ന് വെച്ചപ്പോൾ പേര് പറഞ്ഞു. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട്, പേരും സ്ഥലമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ സമാധാനിപ്പിച്ചു, കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട, സമാധാനമായിട്ട് ഇരിക്കട്ടെ, മലയാളികളുണ്ട് ഇവിടെ, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കും ഒരു നമ്മൾ സംസാരിക്കണം കണ്ടപ്പോൾ, അതുവരെയും കാഷ്വാലിറ്റിയിൽ നിന്ന് ആയാലും ഇവിടെ ആയാലും ആളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മറ്റുള്ള ആൾ കൊണ്ടുവരുമ്പോഴൊക്കെ മറ്റുള്ളവരായിരുന്നു. അങ്ങനെ ഞാൻ സംസാരിച്ച ആളിനെ ഒന്ന് ക്വയറ്റാക്കിയതിന് ശേഷം ഞാൻ വന്നിരുന്നു. അപ്പോൾ അന്ന് ഈ റമദാനാണ്, നോമ്പിൻ്റെ സമയമായിരുന്നു അത്. അങ്ങനെ ഞാൻ ആളൊന്ന് അപ്പോൾ എൻ്റെ അടുത്ത് 2 വട്ടം എന്നെ വിളിച്ചു വെള്ളം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വെള്ളം തരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ സമാധാനമായിട്ട് അത് നിരസിച്ചപ്പോൾ ആളത് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെയും വന്ന് വീണ്ടും എന്നെ അങ്ങനെ വിളിച്ചു, ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചോദിച്ചു. എൻ്റെ കൊളീഗ് ഉണ്ടായിരുന്നു, ഫിലിപ്പീനി നഴ്സ് കുട്ടിയായിരുന്നു, അവളോടും ചോദിച്ചു വെള്ളം, അവളും കൊടുത്തില്ല. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അവളും പറഞ്ഞു ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞു ഞാൻ പോയി പ്രെയർ ചെയ്തിട്ട് വരാട്ടാന്ന് പറഞ്ഞ് ഞാൻ മുകളിൽ പ്രെയർ ചെയ്യാൻ പോയി. അവിടെ നിന്ന് ഞാൻ പോയി കഴിഞ്ഞ് ജസ്റ്റ് പ്രെയർ ചെയ്ത് അങ്ങനെ അവസാനിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോഡ് വിളിക്കണ കേട്ടു. കോഡ് വിളിക്കുന്നത് ഈ റൂം നമ്പറാണ്. അങ്ങനെ ഞാൻ ചടപടയെന്ന് താഴെ ഇറങ്ങി വരുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞു. അത് ഒരു വേദന എന്ന് പറയുന്നത്, അദ്ദേഹം ആ വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ, കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള കാരണം, അത് ആ ഒരു അവസാനത്തെ തുള്ളി വെള്ളമാണ് ചോദിച്ചത്. അതെനിക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു. അത് ഞാൻ 2-3 ദിവസം എടുത്തു എനിക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട്. രാത്രിയിൽ ഞാൻ കരഞ്ഞു വിളിച്ചു, എനിക്ക് എൻ്റെ ഒരു പ്രയാസം തീർക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൊളീഗ്സിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വല്ലാത്തൊരവസ്ഥ ഉണ്ടായി എനിക്ക്, ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പലരോടും അതിൽ നിന്നൊന്നും എനിക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു വേദനയായിരുന്നു. എന്തായാലും ആ ഒരു വേദനയാണെങ്കിൽ പോലും അത് ശരിക്കും ഒരു മനസ്സിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. എങ്കിൽ കൂടെ ഒന്നും ആയിരിക്കില്ല, അതൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ ശരിക്കും അതിന്റെ ഇരട്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്ന് അങ്ങനെ ചെയ്തത് ശരിക്കും ആ ഒരു പെർട്ടിക്കുലർ പേഷ്യന്റിന്റെ ഒരു അവസ്ഥ കൊണ്ടാണ്. വെള്ളം കുടിച്ചാല് അങ്ങനെ എന്തെങ്കിലും ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാതിരിക്കുന്നത്. ചിലപ്പോൾ വെള്ളം കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ ആ വെള്ളം കൊടുത്തത് കൊണ്ടാണ് ആസ്പിറേറ്റ് ചെയ്ത് അങ്ങനെ സംഭവിച്ചതെന്ന് പറയാനും അത് മാത്രമല്ല അതും ഒരു വിഷമമായി.
പക്ഷെ എങ്കിൽ കൂടെ ഇത്രയും എല്ലാം വളരെ വലിയ കാര്യങ്ങൾ ചെയ്ത ഹാജി ഇനിയും ഒത്തിരി ഇതുപോലെ ഹാജിയുടെ കൈകളിലൂടെ ഒത്തിരി മനുഷ്യരും മനുഷ്യ സ്നേഹം എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കട്ടെ, ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഞാനും ഉൾപ്പെടെ എല്ലാവരും വലിയൊരു സമൂഹം ഹാജിയുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഞാൻ ഇപ്പൊ തരികയാണ്. എന്തായാലും നമ്മുടെ ഹാജിയുമായിട്ട് ശക്തി എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും ഹാജിയെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഹെൽപ്പുകളോ അല്ലെങ്കിൽ ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൗൺസിലിംഗ് ഹോപ്പ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നമ്പർ വേണമെങ്കിലോ തീർച്ചയായിട്ടും യുബിലുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ഹാജിയായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഒത്തിരി വിശേഷങ്ങളുമായി നാളെ വീണ്ടും വരും. 3 to 4 ഞാൻ ഉണ്ടാവുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് ജോമിന ആൻഡ് ഹാജി സൈനിങ് ഓഫ്. ബൈ.